ബ്രഹ്മപുരത്ത് നിങ്ങൾക്കറിയാലോ, ബ്രഹ്മപുരത്ത് ഒരു ദുരന്തം ഉണ്ടായപ്പോ വലിയ ആശ്വാസ പ്രവർത്തനങ്ങൾ നടന്നു. അവസാനം CMRDFന്റെ വിവരം പുറത്തു വന്നപ്പോ നിങ്ങൾ അറിയോ, 5 കോടി ഉറുപ്പ്യക്കാണ് മിനറൽ വാട്ടർ കുടിച്ചത്. അത്ര ഇതെന്തു മിനറൽ വാട്ടർ ആണോ? സർക്കാരിന്റെ കണക്കാണ്. ഈ CMRDFല് ഇപ്പൊ സർക്കാർ പറയുന്നത് എന്താ, ഞങ്ങള് മേപ്പാടിയിൽ ചൂരൽമലയിൽ ഒരു വണ്ടി പോലും സർക്കാർ വിളിച്ചിട്ടില്ല. അവിടുത്തെ ക്വാറി മുതലാളിമാർ, മറ്റുള്ളവർ ഈ മുക്കത്ത്, താമരശ്ശേരിയിൽ ഇവിടങ്ങളിലൊക്കെ ഉള്ള എല്ലാ വണ്ടികളും വയനാട്ടിലേക്ക് കയറി. നേരത്തെ നവാസ് പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാ ആംബുലൻസും സൗകര്യങ്ങളും ഒക്കെ അവിടെ. എല്ലാവരും ഗവൺമെന്റിന്റെ വണ്ടി 1 കിലോമീറ്റർ ഓടേണ്ടി വന്നിട്ടില്ല. അവർക്ക് തിന്നാനുള്ള പോലീസുകാരന്റെ ഭക്ഷണം വരെ മുസ്ലിം ലീഗിന്റെ വൈറ്റ് കാർഡ് ഉണ്ടാക്കി കൊടുത്തു. എന്താ ചെലവുള്ളത്? ഒരു ചെലവില്ല. പക്ഷേ നിങ്ങൾ ആ CMRDFന്റെ കണക്ക് വരുമ്പോ നോക്കിക്കോ, കോടികളുടെ കണക്ക് ഉളുപ്പില്ലാതെ എഴുതി വെക്കും. കാരണം അത്തരത്തിലൊരു കള്ളനാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് ആ CMRDFന്റെ കണക്കുകൾ പുറത്തുവിടണമെന്ന് പറയുന്നത്. ബ്രഹ്മപുരത്ത് 5 കോടിക്ക് മിനറൽ വാട്ടർ വാങ്ങിയതുപോലെ ആവരുത്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്? നിങ്ങൾ ഇത്തരം ദുരന്തങ്ങളിൽ മനുഷ്യനോട് കാണിച്ചത് 8 കൊല്ലം കൊണ്ട് ബോധ്യമുണ്ട്. സുനാമി ദുരന്തം, എവിടെയാ റീഹാബിലിറ്റേഷൻ? കവളപ്പാറ, എവിടെയാ റീഹാബിലിറ്റേഷൻ? പെട്ടിമുറി, എവിടെയാ റീഹാബിലിറ്റേഷൻ? കൂട്ടിക്കൽ, എവിടെയാണ് റീഹാബിലിറ്റേഷൻ? എന്തിന്? ഈ പറയുന്ന ചൂരൽമലയിൽ കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ പുത്തുമലയില് റീഹാബിലിറ്റേഷൻ എങ്ങനെയാ ഉണ്ടായത്? ഞാന് കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പ് ഇവിടെ തിരൂരങ്ങാടിയിൽ താനൂർ ബോട്ട് അപകടത്തിൽ മരിച്ചുപോയ 2 പേരുടെ വീട് കൊടുക്കുന്ന ചടങ്ങിന് പോയി. മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊടുക്കുന്ന വീടാണ്. സർക്കാരിനോട് ചോദിക്കുന്നത്, എന്താണ് താനൂരിലെ ബോട്ട് അപകടത്തിൽ നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? തേക്കടിയിലെ ബോട്ട് അപകടം, കട്ടേക്കാടിലെ ബോട്ട് അപകടം, നിങ്ങൾ ഒരു റീഹാബിലിറ്റേഷൻ പോലും മാന്യമായി പൂർത്തീകരിച്ചിട്ടില്ല. പാവങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തിട്ടില്ല. ഇത് ചെയ്തു കൊടുക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ? ഇത് ഗവൺമെന്റ് അല്ലേ ചെയ്യേണ്ടത്? മുസ്ലിം ലീഗ് ഈ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല, ആകാവുന്നതിന്റെ അങ്ങേയറ്റം. പക്ഷെ ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. സർക്കാർ കൊടുക്കേണ്ടത് കൊടുക്കണം. അതാ പറഞ്ഞത്, ഈ വൈറ്റ് കാർഡ് വോളണ്ടിയർമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും വെള്ളം വാങ്ങി കൊടുക്കാനും മാത്രല്ല അറിയോ നിങ്ങള്? അവകാശപ്പെട്ടത് ചൂരൽമലയിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ സർക്കാരിന്റെ കുഞ്ചി പിടിച്ചത് വാങ്ങിക്കൊടുക്കാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അറിയാം. ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ്.